അജിത്തിൻ്റെ അടുത്ത് ഡിമോണ്ടിയുടെ ആത്മാവിരിക്കുകയാണ്. ഇത് രാഘവന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, മറ്റ് രണ്ടുപേർക്കും കാണാൻ കഴിയുന്നില്ല. രാഘവൻ്റെ കണ്ണ് ഉടനെ തന്നെ വെള്ളയായി മാറുകയാണ്. ഇതിനുശേഷം ഡിമോണ്ടിയുടെ ആത്മാവ് രാഘവനെ തൂക്കിയെടുത്ത് ബാത്റൂമിന് ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണ്. ടി വിയിൽ എങ്ങനെയാണോ വിമലിനെ ചെവിരിൽ അടിച്ച് കൊന്നത്, അതുപോലെ രാഘവനെ ഡിമോണ്ടിയുടെ ആത്മാവ് കൊല്ലുകയാണ്. രാഘവൻ്റെ മരണം കൺമുന്നിൽ കണ്ട മറ്റ് രണ്ട് കൂട്ടുകാരും വളരെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ശ്രീനിയുടെ കണ്ണും വെള്ളയായി മാറുകയാണ്. താൻ ഉടനെ തന്നെ മരിക്കുമെന്ന് മനസ്സിലാക്കിയ ശ്രീനി മരണവെപ്രാളത്തിൽ അടുത്തു നിന്ന വിമലിനെ ഓങ്ങി അടിക്കുകയാണ്. ഈ അടിയുടെ ആഘാതത്തിൽ ശ്രീനി ചെവിരിലടിച്ച് ഷോക്കേറ്റ് മരണപ്പെടുകയാണ്. ശ്രീനിക്ക് പകരം വിമൽ മരിച്ചതുകൊണ്ട് ശ്രീനി നോർമൽ ആവുകയാണ്. പെട്ടെന്ന് തന്നെ ആ റൂമിനകം മൊത്തം തണുത്ത് അവിടെ മൊത്തം ഐസ് വ്യാപിക്കുകയാണ്. ശ്രീനി അപ്പോൾ ഒരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന യേശുവിൻ്റെ പ്രതിമയുടെ അടുത്ത് മാത്രം ഐസ് വ്യാപിക്കുന്നില്ല. അപ്പോൾ ശ്രീനിക്ക് കാര്യം മനസ്സിലാകുന്നു. ദൈവശിലയുടെ അടുത്ത് ഒരു കാരണവശാലും ഈ പ്രേതത്തിന് വരാൻ കഴിയില്ല എന്ന്.